ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾക്കൊരു പുഡിംഗ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. റെഡി ആണല്ലോ? ഓക്കെ. പുഡിങ്ങിന് ആവശ്യമായ ഐറ്റംസ് ആണ്. ഷുഗർ ആണിത്. ഒരു പാത്രത്തിൽ മൈദ പൗഡർ ഉണ്ട്. ദെൻ ഞാൻ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് പൗഡർ ആണ്. ഇനി നമ്മൾ അല്പം കാർഡമം പൗഡർ, ഏലക്ക പൗഡർ എടുത്തിട്ടുണ്ട്. എഗ് ഉണ്ട്. ഇനി മിൽക്കുണ്ട്. മിൽക്ക് എന്ന് പറഞ്ഞാൽ അത് 1/2 ലിറ്റർ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 500 മില്ലി മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അല്പം ചൂടാക്കിയ മിൽക്കാണ്. ദെൻ അല്പം ഗീ എടുക്കാനുണ്ട്. ഓക്കെ. ഇനി ഒരു ബൗൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എടുത്തു വെച്ചിരിക്കുന്ന മൈദ പൗഡറിൽ നിന്നും ഒരു 3 സ്പൂൺ മൈദ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. മൈദയ്ക്ക് പകരം വീട്ടിൽ അരിപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അരിപ്പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൈദ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മളുടെ സൗകര്യം അനുസരിച്ച് ഈ പൗഡർ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ചൂടാക്കിയ, അതായത് പാല് ഞാൻ ചൂടാക്കി വെച്ചിരുന്നു. അതല്പം ചൂടുള്ള പാലാണ്. ആ പാൽ ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കുക. അതായത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാൽ ഒഴിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് പാല് ഒഴിച്ചാൽ മതി. 3 സ്പൂൺ മൈദ. കണ്ടോ, ഇതുപോലെ ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാനകത്ത് തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ പാല് ഇളക്കിയെടുത്ത് കഴിഞ്ഞു ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കാരാമലിന് വേണ്ട, അതായത് ഷുഗർ സിറപ്പിന് വേണ്ട ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം 4 സ്പൂൺ പഞ്ചസാര, 4 സ്പൂൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിനകത്തേക്ക് അല്പം വെള്ളം കൂടി വേണം. അതായത് ഒരു 3 സ്പൂൺ വെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കണം. എന്നാലാണ് അത് മെൽറ്റായി നന്നായിട്ട് നമ്മൾക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള സിറപ്പ് തയ്യാറാകും. അപ്പോൾ ഈ കാരാമൽ തയ്യാറാക്കുന്നത് നോക്കൂ. ഇപ്പോൾ 3 സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അങ്ങനെ ഇളക്കി കണ്ടോ. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ഫോം ഇതാണ്. ഒരു ഗോൾഡ് ബ്രൗൺ കളറിലേക്ക് അത് വരും. കൂടുതൽ കരിഞ്ഞു പോയത് നമ്മൾ അതിന് മുമ്പ് തന്നെ വാങ്ങേണ്ടതാണ്. ബ്രൗൺ കളറിൽ തന്നെ വാങ്ങേണ്ടതുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ. ഇപ്പോൾ ഈ ബ്രൗൺ കളറിലുള്ള നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ ഈ ഷുഗർ സിറപ്പ് പെട്ടെന്ന് ക്രിസ്റ്റൽ ഫോമിലേക്ക് പോകും. പെട്ടെന്ന് തന്നെ അത് സെറ്റാകും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ അത് സെറ്റാകും. 2 സെക്കൻഡ് കൊണ്ട് അത് സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തൊന്ന് ടച്ച് ചെയ്ത് നോക്കിക്കേ. നമ്മുടെ കയ്യിൽ അല്പം പോലും ആകില്ല. അതേപോലെ സെറ്റായി. ഇനി അടുപ്പത്ത് വെച്ചിരുന്ന ഫ്രൈ പാനിനകത്ത് ഞാനൊരല്പം, അതായത് 1/2 ലിറ്റർ പാലുണ്ട് അല്ലേ, ആ പാല് ഒഴിച്ച് ആ മിൽക്ക് നന്നായിട്ട് ഒഴിച്ചൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ മിൽക്ക് ഒഴിച്ച് പതുക്കെ തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുക്കുക. പാട കിട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരല്പം ഗീ ചേർക്കുക. ഇനി ഗീ ഇല്ല, നെയ്യില്ല എങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. കാരണം നമ്മളുടെ ഈ ക്രീം അല്പം സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇനി നെയ്യ് ഇല്ല എന്ന് വിചാരിച്ചും കുഴപ്പമില്ല, സൗകര്യം പോലെ ഉപയോഗിക്കാം. ഓക്കെ. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 4 സ്പൂൺ ഷുഗറാണ്. 4 സ്പൂൺ ഷുഗർ ചേർക്കുക. കാരണം അതിനൊരു ടേസ്റ്റ്. 1/2 ലിറ്റർ പാലാണിത്. അപ്പോൾ അതിനകത്തേക്ക് 4 സ്പൂൺ ഷുഗറാണ് ചേർക്കുന്നത്. അപ്പം ഷുഗർ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തന്നെയല്ല, നമ്മൾ ആദ്യം ഒഴിച്ച ഗീ ഉണ്ട്, അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. നോക്കൂ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അല്പം മൈദ പേസ്റ്റ്, അതായത് കലക്കി വെച്ചിരുന്നു, ആ മൈദ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം കുറുകിയ ഒരു പേസ്റ്റ് രൂപത്തിൽ, ക്രീം രൂപത്തിൽ ഇത് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഇളക്കി അതിൻ്റെ ഫോം കണ്ടോ, ഇതൊരു ക്രീമി ടെസ്റ്റ്, അതായത് ക്രീമി ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വാങ്ങി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് 2-3 ഐറ്റംസ് കൂടി ഇനി ആഡ് ചെയ്യാനുണ്ട്. 2 മുട്ട ബീറ്റ് ചെയ്തത് അടിച്ച് ചേർക്കാനുണ്ട്. അതിൻ്റെ ഹാഫ് പാർട്ടാണ് ഇപ്പോൾ ഞാനത് ഒഴിച്ചിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബാലൻസ് വരുന്ന ഹാഫ് പാർട്ട് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ. ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് വെക്കണം. ഇനിയും ഇതിനകത്തേക്ക്
2-3 ഐറ്റം കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അല്പം വാനില എസൻസ്, അതായത് 1/2 സ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കാർഡമം പൗഡർ, ഏലക്കാപ്പൊടി പറഞ്ഞിരുന്നു, ഏലക്കാപ്പൊടി ലേശം ഇടുക. രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഒരു നുള്ള ബേക്കിംഗ് പൗഡർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ക്രീം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കറക്കി എടുത്താൽ മതി. അതിനകത്ത് എന്തെങ്കിലും തരിയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. നമ്മൾ കൂട്ടി വെച്ചിരുന്ന കാരാമൽ പാത്രത്തിലേക്ക് അത് ഒഴിച്ചു വെക്കുക. ഓക്കെ, ഇനി അത് ഒഴിച്ച് ഇനി നമ്മൾക്ക് സ്റ്റീം ചെയ്യാനുള്ളതാണ്. സ്റ്റീം ചെയ്യാനായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറാണ് എടുക്കുന്നത്. ആ പേപ്പറിൽ 5-6 ഹോൾസ് വേണം, കാരണം അതിനകത്ത് എയർ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട്. നന്നായി കവർ ചെയ്ത് സ്റ്റീം ചെയ്യാം. ഓക്കെ, സ്റ്റീം ചെയ്യുകയാണ്. ഇതൊരു അരമണിക്കൂർ, അതായത് 25 മിനിറ്റ് സ്റ്റീം ചെയ്യണം. 25 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കൂ, ഇപ്പം നമ്മളുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫോർക്ക് കൊണ്ട് ഞാനതൊന്ന് കവറ് മാറ്റുകയാണ്. ഫോർക്ക് ഉപയോഗിക്കുന്നത് ഈ ഫോർക്ക് കൊണ്ട് നമ്മൾക്ക് അതിൻ്റെ അകത്ത് പുഡിംഗ് ഒന്ന് കുത്തി നോക്കാനുണ്ട്. ഓക്കെ, ഇത് വെന്തോ എന്നറിയണം. നോക്കിയേ, ഹായ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് പൊങ്ങി വന്ന് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഫോർക്ക് കൊണ്ട് കുത്തി നോക്കാം. നമ്മൾ ഫോർക്കിൽ നോക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും അവശിഷ്ടമില്ല. അപ്പോൾ അല്പം പോലും പറ്റി പിടിക്കാത്തതുകൊണ്ട് നന്നായിട്ട് വെന്തു എന്ന് ചുരുക്കാം. ഇനി അരമണിക്കൂർ നമ്മൾ തണുപ്പിച്ചതിന് ശേഷമാണിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അരമണിക്കൂർ നമ്മൾ വാങ്ങി താഴെ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കൂ. നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ പുഡിങ് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾക്കതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പ്ലേറ്റ് വെച്ചിട്ട് കമഴ്ത്തി പതുക്കെ നമ്മൾ ആ പ്ലേറ്റ്, അതായത് ആ കവറ് ഉരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാഹ്, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, നോക്കിയേ, നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള പുഡിംഗ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു തേനിൻ്റെ കളറാണ് ഈ പുഡിങ്ങിന് വന്നിരിക്കുന്നത്. കണ്ടോ, എൻ്റെ മുകൾ വശം തേൻ കളറായിട്ടിങ്ങനെ ഒഴുകി ഇരിക്കും. നമ്മുടെ കാരമലാണത്. നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു ഐസ്ക്രീം, അതായത് ഐസ്ക്രീം സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ വാനില എസൻസ് ഒക്കെ ചേർത്തതാണ്. അപ്പോൾ നമ്മുടെ ഈ വെരി സോഫ്റ്റ് ആൻഡ് സൂപ്പർ പുഡിങ് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കിക്കോളൂ. കട്ട് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആണിത്. കത്തി വെക്കുന്നത് നമ്മൾക്ക് അറിയാം. കട്ട് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് മുറിഞ്ഞു പോരുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ അവരൊക്കെ ഒറ്റയടിക്ക് ഇത് തീർക്കാൻ പാകത്തിന് റെഡിയാണ് അവർ. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഇതാ വളരെ നല്ല ക്യൂട്ടായിട്ടുള്ള പുഡിങ്ങാണിത്. എല്ലാവർക്കും എൻ്റെ ഈ പുഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പം സ്കൂളടച്ച കുട്ടികളെല്ലാം വീട്ടിലിരിക്കുകയാണല്ലോ. എസ്പെഷ്യലി ടീനേജുകാർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അവർക്ക് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ. ഇനി ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സീ യു വിത്ത് എ ന്യൂ വീഡിയോ. താങ്ക് യു വൺ ആൻഡ് ഓൾ. താങ്ക് യു വെരി മച്ച്. ബൈ.